പ്രധാനമായിട്ട് വിളിച്ച കാര്യങ്ങൾ വിശദമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവതരിപ്പിക്കും. ചെട്ടുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. ആ കേസിൽ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വിധിക്കെതിരെ അപ്പീലില്ല. അതുകൊണ്ട് ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞാൽ ലോസ് ഓൺ ലാൻഡാണ്. അപ്പോൾ അത് നിയമത്തിൽ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ചേർന്ന് തീരുമാനങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സ്വീകരിക്കും. എല്ലാവർക്കും നന്ദി. ഇതിലേക്ക് ഞങ്ങളുടെ ദേവസ്വം ബോർഡിനെ കേൾക്കുവാനെത്തിയ എല്ലാവർക്കും ദേവസ്വം ബോർഡിൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം ദേവീ ക്ഷേത്രത്തിലെ 10 ദിനങ്ങളുടെ ചിരകാല അഭ്യാസമാണ് ഉപദേശ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. WPC 440-48/2023 എന്ന നിലവിലാണ് ഹൈക്കോടതി കേസ് ഉപദേശ സമിതിയുമായി നിലവിലുള്ളത്. അത് വന്നിട്ട് 5 മാസമാണ്. അതെന്തായാലും ആ വിധി, ഹൈക്കോടതി വിധി, ഉപദേശ സമിതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് അതനുസരിച്ച് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് നടപടി ലഭിച്ചില്ല. 1 മാസത്തിനുള്ളിൽ മെമ്പർഷിപ്പ് നടപടി ആ വിധിയിൽ പറയുന്നതനുസരിച്ച് തന്നെ 13 കരകളിൽ ഉള്ളവർക്ക് മെമ്പർഷിപ്പ് 13 കരകളിലുള്ള 18 വയസ്സ് കഴിഞ്ഞ വിശ്വാസികളായ ക്ഷേത്രാചാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും മെമ്പർഷിപ്പ് ലഭ്യമാക്കണം. 13 കരകളിൽ നിന്നും പ്രത്യേകം മീറ്റിങ്ങുകൾ വിളിച്ചു തീർക്കുകയും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനായി പരിമിതപ്പെടുത്താൻ പാടില്ല എന്നുള്ള വിഷയമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിച്ചിട്ട് ഈ കരക്കകത്തുള്ള എല്ലാവർക്കും മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 13 കരയിലുള്ളവരെയും പ്രത്യേക ഓരോ കരയും ഒരു രജിസ്റ്റേർഡ് മണ്ഡലമാണ്. ഈ ഓരോ രജിസ്റ്റേർഡ് മണ്ഡലത്തിലുള്ള ആളുകളെ പ്രത്യേകം അസിസ്റ്റന്റ് കമ്മീഷണർ, AC, സബ് ഗ്രൂപ്പ് ഓഫീസർ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആരുമാണ്, നിർണായകരുമാണ്. അവർ ചേർന്ന് ഒരു പ്രത്യേക ഭാഗത്ത് വിളിച്ച് ചേർത്തിട്ട് അതിൽ ഒരാളെ തിരഞ്ഞെടുക്കണം ടെമ്പിൾ അഡ്വൈസറി കമ്മിറ്റിക്ക്. അപ്പോൾ ഒന്നിന് സമവായമാകാം. എല്ലാവരും ചേർന്നിട്ട് പറയുകയാണ്, പിന്നെ ഒരാളെ ഞങ്ങൾ ഉപദേശ സമിതിയിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ തർക്കമില്ലെങ്കിൽ സമവായത്തിലൂടെ എടുക്കാം. ഇത് ദേവസ്വം ബോർഡിന്റെ ഉപദേശ സമിതിയെ ബന്ധപ്പെട്ട ബൈലറ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. തർക്കം വന്നാൽ ഇലക്ഷൻ ഇല്ല, നേരെ മറിച്ച് നറുക്കെടുപ്പിലൂടെ ഒരാളെയാണ്. അവിടെ ക്ലിയറാണ്. അങ്ങനെ 13 കരയിലെയും തെരഞ്ഞെടുപ്പ് 13 പേരെ വിളിച്ചേർത്ത് എടുക്കുകയും ടോട്ടൽ ദിവസങ്ങളിൽ തന്നെ ഇതെല്ലാം ക്ഷേത്ര കോമ്പൗണ്ടിലാണ് 13 പേരെ വിളിച്ച് ചേർത്തിട്ട് ഭാരവാഹികൾ എടുക്കും. അതിനകത്തൊക്കെ ഉപദേശ സമിതിയിലുള്ള ബൈലയ്ക്ക് അനുസൃതമായിട്ടാണ് സെക്രട്ടറി എടുക്കും, പ്രസിഡന്റ് എടുക്കും, വൈസ് പ്രസിഡന്റ് എടുക്കും. ട്രഷറർ എന്ന് പറയുന്നത് നിയമാനുസൃതമായിട്ടുള്ള സബ് ഗ്രൂപ്പ് ഓഫീസർ, നമ്മളാകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കും. അതാണിപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസറി കമ്മിറ്റി എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ 3 മാസത്തെ സമയമാണ് തന്നത്. ആ 3 മാസം കഴിഞ്ഞപ്പോൾ 5 മാസത്തോളം അധികമാണ്. എന്താണെന്ന് വെച്ചാൽ മഹാക്ഷേത്രമാണ് ഈ ചെട്ടുളങ്ങര ദേവീ ക്ഷേത്രം. അതിൽ ഒരു ഉപദേശ സമിതി പുതിയതായിട്ട് എടുക്കുമ്പോൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു തർക്കവിതർക്കങ്ങൾക്ക് വിട കൊടുക്കാതെ എടുക്കണമെന്നുള്ള വിശാല മനസ്സുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എസ് പ്രശാന്തും ഈ സുരേഷ് അടക്കം ഞങ്ങളുടെ ബോർഡ് പല പ്രാവശ്യം ബന്ധപ്പെട്ട കക്ഷികളെ പ്രത്യേകം ദേവസ്വം ബോർഡിൻ്റെ നന്ദിബോർഡ് ആസ്ഥാനത്ത് വിളിച്ചെടുത്തു. അവരുമായി ചർച്ച നടത്തി. വീണ്ടും ഒരുമിച്ച് ഇവരെല്ലാം കൂട്ടി ചർച്ച നടത്തി ഏകദേശം ഒരു ധാരണയ്ക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഉപദേശ സമിതിയുടെ രൂപീകരണത്തിലേക്ക് പോകുന്നത്. അതിനകത്ത് എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമേ പറയാം. നമ്മൾ ഈ 13 കരകളാണ് ബേസ് 13 കരകളിലെയും വിശ്വാസികളുടെ സഹകരണം ഉണ്ടാകും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് 5 മാസം നടപ്പിലാക്കുവാൻ വേണ്ടി ചാടിക്കേറി നടപ്പിലാക്കിയിട്ടേ അല്ലല്ലോ വിശ്വാസികളുടെ. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ വിവിധ കക്ഷികളെ പല പ്രാവശ്യം
ഒരുമിച്ച് വിളിച്ചു. അപ്പോൾ പലപ്പോഴും പലരും ചോദിച്ചു ഒരുമിച്ച് വിളിക്കണമെന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് വിളിക്കണം, ഞാൻ ഒരുമിച്ച് വിളിക്കേണ്ടതല്ലേ, അങ്ങനെ അവിടെ ഒരുമിച്ച് വിളിച്ചു. നല്ല ചർച്ചയായിരുന്നു. അതൊരു ഒരു ഒരു സമന്വയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇനി അങ്ങോട്ട് കൂടുതൽ നമുക്ക് നോക്കണ്ട, നമുക്കിത് എന്തായാലും നിങ്ങളെല്ലാവരെയും